ഓ ഇത് ഇൻസൈഡ് ഒക്കെ ചെയ്താണോ? അമ്മനെ കൂട്ടാൻ വന്നാ? അമ്മമ്മ തിന്നോ? അമ്മമ്മ തിന്നോ? എന്നാ വാ പോയേക്കാം ബാ. എന്റെ കണ്ടപാട് ബഹളം വെക്കുന്നത്. പുള്ളിക്കിപ്പ എന്റെ ബാഗ് വേണം. ക്യാറ്റ് വാ പൊളിക്കുന്നു. വേഗം പോരെ, പോയേക്കാം. അമ്മ പോവാണേ. ബായ്. പക്ഷി മോള് പക്ഷിനെ കണ്ടോ? വരുന്നു. അമ്മ പോവാണേ. ബായ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിഞ്ചോഗിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു ഈവനിങ് വ്ലോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് ഒരു ഡെയിലി റൊട്ടീനൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നത്. അത് നടക്കത്തില്ല. അപ്പോൾ ഈവനിങ് വ്ലോഗ്സ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഈ സ്കൂളിൽ പോകുന്ന ബാഗൊക്കെ പിടിച്ചെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ? മറ്റൊന്നുമല്ല, നമ്മുടെ ഈവനിങ്ങിൽ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. ജസ്റ്റ് ഹെസമോളെ കടത്തി ഉറക്കി അപ്പം എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ് ഈവനിങ്ങിൽ ഞാൻ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. എന്തോരം പോകുന്നൊന്നും അറിയത്തില്ല, പോകുന്നത്രയും പോട്ടെ. അപ്പം ഈ ബാഗ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ അവസ്ഥ. ഹെസമോൾ ഉറങ്ങുവാണ്, അത് കാരണമാണ് ഇപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം എന്താ അവസ്ഥ എന്ന് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, ഹെസമോളുടെ പരിപാടിയാണ്. ഇതിനകത്തില്ലാത്ത ടോയ്സും കാര്യങ്ങളൊന്നുമില്ല. അതുണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാ ടോയ്സ് എടുത്ത് പുറത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെക്കണം. ഹെസമോൾ നല്ല ഉറക്കത്തിലാണ്. ആളുടെ കയ്യിലേക്ക് നോക്കിക്കേ, എൻ്റെ മേക്കപ്പ് സെറ്റിൻ്റെ കൂടെ ഉള്ളത്, അതായത് പേഴ്സ്. ആൾ ഉറങ്ങാൻ നേരത്ത് എന്തെങ്കിലും ഒരു സാധനം കൈ വേണം കേട്ടോ. അങ്ങനെ ഉറങ്ങൂലായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്താലും ഉറങ്ങൂല. ഞാൻ പിടിച്ച് കുളിപ്പിച്ചിട്ട് കടത്തി ഉറക്കിയേക്കണം, എന്നാലും എൻ്റെ പണികളൊക്കെ ഒന്ന് ഓടുകയുള്ളൂ. അത് കാരണം നല്ല ഉറക്കം. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ കിടന്നുറങ്ങും. ആ സമയം കൊണ്ട് പണികളൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. അപ്പം ഒരു സൈഡിൽ നിന്ന് തൊട്ട് തുടങ്ങാം. എല്ലാ ടോയ്സും എടുത്ത് വെക്കണം. അങ്ങനെ ഞാൻ ടോയ്സൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി പണികളൊക്കെ ചെയ്യണം കേട്ടോ. എത്ര എടുത്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പം എണീറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം എടുത്ത് നിരത്തും. അത് വേറൊരു കാര്യം. പറ്റുന്ന അത്രയൊക്കെ എടുത്ത് വെക്കാം. കണ്ടോ, എല്ലാ സാധനവും എടുത്ത് നിരത്തും. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചാലും. അവൾ കളിക്കുന്നതൊക്കെ കാണാൻ. അവളുടെ കൂടെ വേറെ കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ടോയ്സൊക്കെ അല്ലേ അവൾക്ക് ആശ്രയം. എല്ലാം ഉണ്ട്. കാറായി, ക്ലിപ്പായി, വണ്ടിയായി, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പയ്യെ മൂളുന്നുണ്ട്. അമ്മ ആരോടാ സംസാരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. ചെറിയൊരു മൂളിച്ചയും ഉണ്ടോ. ക്ലിപ്സ്, ഒരു ക്ലിപ്പൊന്നും വെക്കാൻ പറ്റത്തില്ല. എല്ലാം എടുത്ത് പുറത്ത് അടിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിട്ട്. അവളുടെ ടോയ്സ് ഇട്ട് വെച്ചേക്കുന്ന കേട്ടോ. പിന്നെ സൈഡ് ബൈ സൈഡിൽ നിന്നെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നമുക്ക് അടിപൊളി കുളിക്കാനൊന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ച് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ കാര്യം നോക്കിയതിന് ശേഷം വേണം കുളി, ജപം, ഭക്ഷണം കഴിയൊക്കെ കേട്ടോ. അപ്പം ഇപ്പം രണ്ടാൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് എനിക്ക് രാവിലെ 9 മണി തൊട്ട് 3 മണി വരെയാണ്. ചായനാണെങ്കിൽ 3 മണി തൊട്ട് 10 മണി വരെ. അപ്പം കുളിക്കാനുള്ള പരിപാടിയിലാണ്. ഇതുണ്ടോ ഗൈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പാരച്ചൂട്ടിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന്. അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അത് തന്നെയാട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. വളരെ നല്ലൊരു ഓയിലാട്ടോ ഇത്. ഹെയർ ഗ്രോത്തിനൊക്കെ അത് തന്നെ യൂസ് ചെയ്യുന്നു. അപ്പം എന്തായിരുന്നു പറഞ്ഞു വന്നത്, തലയിൽ ഒന്ന് ഓയിലൊക്കെ തൂത്ത് കുളിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഓയിൽ തൂത്തിട്ട് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഇങ്ങനെ തലയിൽ പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ ഇന്ന് അങ്ങനെ പിടിപ്പിച്ച് വെക്കാനുള്ള സമയമൊന്നുമില്ല. ഞാൻ കുളിച്ച് കയറണം. കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. വിശക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയതാ. പിന്നെ ഫുഡ് കൊണ്ടുപോയി കഴിക്കുന്നില്ല. 6 hours അല്ലേ ഡ്യൂട്ടി ഉള്ളൂ. അത് മാത്രമല്ല നമ്മുടെ കൂടെയുള്ള പിള്ളേരെന്ന് പറയുന്നത് കൂടുതൽ മുസ്ലിംസൊക്കെ. അപ്പം അവർ ഫുഡ് കഴിക്കാതെ നമ്മൾ അവിടെ പോയി ബ്രേക്ക് എടുത്ത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സുഖമില്ലല്ലോ. അതാണ് ഫുഡ് കൊണ്ടുപോകാറില്ല കേട്ടോ. അഥവാ വിശന്നാൽ വല്ല ഓറഞ്ചൊക്കെ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് ബാഗിൽ തന്നെ ഇരുന്നു, കഴിച്ചില്ല. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം ഓയിൽ മസാജ് കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ കുളിച്ച് കയറണം. ഹെസമോള് അധികമൊന്നും ഉറങ്ങത്തില്ല. ഇന്നലെ ഞാനൊരു അബദ്ധം ചെയ്തു. ഇന്നലെ ഞാൻ നേരത്തെ കടത്തി ഉറക്കുന്നതിന് പകരം കുറച്ച് ലേറ്റായിട്ടാണ് കടത്തി ഉറക്കിയത്. അത് കാരണം ഒരു
5:30 തൊട്ട് 7 മണി വരെ കിടത്തി ഉറക്കി. അത് കാരണം രാത്രിയിൽ ഉറങ്ങിയത് 2:30 അത് കാരണം പണി കിട്ടി ഗൈസ്. ഞാനൊന്നും ഉറങ്ങുന്നില്ല. ഞാൻ തലയിൽ എണ്ണയും വെച്ച് ഇനി ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ റുട്ടീൻസ് കാണിച്ചു തരുന്നത്. അങ്ങനെ കണ്ടോ, തലയിൽ എണ്ണ വെച്ചതിന് ശേഷം നമ്മുടെ കണ്ണിലെ മേക്കപ്സ് ഇല്ലേ അത് റിമൂവ് ചെയ്യണം. ഫസ്റ്റായിട്ട് നമ്മൾ ഇതുണ്ടോ ഈ കണ്ണിന് ചുറ്റും കറുപ്പൊക്കെ വരില്ലേ, അത് മെയിനായിട്ട് നമ്മൾ കൺമഷിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറുപ്പ് പാട് പിന്നെ നിൽക്കും. അന്നേരം നമ്മൾ കണ്ണിൽ കൺമഷി അല്ല ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മുടെ കോക്കനട്ട് ഓയിൽ അത് ഞാൻ ബാത്റൂമിൽ വെച്ചു. പിന്നെ ഒരു ടിഷ്യൂലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതാട്ടോ ഞാൻ ഇന്ന് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയും. അപ്പം ആ കറുത്ത പാടൊക്കെ അവിടെ നിന്ന് മാറും. ഈ ഐലൈനർ നോക്കുമ്പോൾ ഞാൻ ഇന്ന് ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഈ മേക്കപ്പ് റിമൂവറൊക്കെ ഉണ്ട് സംഭവം, അത് നമ്മൾ എന്ന് യൂസ് ചെയ്ത് അതൊക്കെ കെമിക്കൽസ് ഒക്കെ ആയതുകൊണ്ട് എനിക്കതിന് വലിയ താല്പര്യമില്ല. ഞാൻ അങ്ങനെ എന്നും യൂസ് ചെയ്തിട്ടില്ല. അത്രമാത്രം മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ മേക്കപ്പ് റിമൂവർ അല്ലെങ്കിൽ ക്ലെൻസറൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നാച്ചുറലായിട്ടുള്ള കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അതാണ് നമ്മുടെ സ്കിന്നിനും നല്ലത്, ഹെൽത്തിനും നല്ലത്. അപ്പം ഞാൻ എൻ്റെ ഐലൈനറൊക്കെ ക്ലീൻ ചെയ്ത് ഡ്യൂട്ടിക്കൊന്നും പോകുമ്പോൾ അങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളും ഇതാക്കാൻ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം കണ്ണെഴുതി പിരികം ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് പിന്നെ ലിപ്സ്റ്റിക്ക് മസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് എല്ലാം പോയിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ കുളിയും പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചോറൂണാണ്. പക്ഷേ ചോറൂണാൻ പോകുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല, ഇഷ്ടപ്പെട്ട വലിയ കറികളൊന്നും ഇല്ല. എന്നാലും ഇനി കറിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്താന്നുള്ളത്. അങ്ങനെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. കറികൾ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് എനിക്കറിയാം, ഞാൻ തന്നെയാണല്ലോ വെച്ചത്. ഇത് ഇന്നലെ ഞാൻ വെച്ച മീൻകറി. പിന്നെ ഇത് നമ്മുടെ പയറ് തോരൻ, ഇന്നത്തെ വൈകുന്നേരം എല്ലാം വെക്കണം. പിന്നെ ചോറ്, ഈ 2 കറികൾ. പിന്നെ ഫ്രിഡ്ജിൽ മോരിരിപ്പുണ്ട്. ഇവിടെ നല്ല കട്ട തൈര് കിട്ടും കേട്ടോ. അത് കാരണം നല്ല പുളിയൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ചെറിയ പുളിയായിട്ടുള്ള കട്ടത്തൈര്. അങ്ങനെ നമ്മൾ കട്ടത്തൈര് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് എടുത്തു. എനിക്ക് തൈരുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അതിനകത്തൊരു ആശ്വാസമാണ്. തൈരെടുത്ത് പിന്നെ എൻ്റെ കറികൾ ഇത് മാത്രമാണ് ഗൈസ്. പയറ് തോരനും തൈരും. അങ്ങനെ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് ചെറിയ ചെറിയ പണികൾ, ഒന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഉറങ്ങാൻ പോയാൽ ശരിയാകത്തില്ല, കുറേ പണിയുണ്ട്. ആസ്വദിച്ച് കഴിക്കാം. അടുത്തതായി നമ്മുടെ ഈ മോളിലൊക്കെ പറയുന്നതൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം നിർബന്ധ. അതേപോലെ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ ഇച്ചിരി ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഫ്രൂട്ട് സലാഡിൻ്റെ ഐസ്ക്രീം ആട്ടോ. ജസ്റ്റ് ഓപ്പൺ ആക്കി ഇച്ചിരി ഐസ്ക്രീം കഴിക്കട്ടെ. അങ്ങനെ ഹെസമോൾ എണീക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഹെസമോൾക്കും കുറച്ച് ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഡയറക്റ്റ് തണുപ്പോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലല്ലോ കൊച്ചിന്, അത് കാരണം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം വേറെ പണിക്ക് പോകും. കഴിക്കുന്ന ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ പോലെ ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. എന്തോ നമ്മുടെ നാട്ടിലെ വാതിൽപ്പടിയിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഫീലിങ്സ് ആട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ട് കഴിക്കാൻ നേരത്തൊക്കെ. ഈ ചായയില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. സമോൾ എണീറ്റ് കഴിഞ്ഞാൽ സുഖമാണ്. പുള്ളിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആളുടെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കണം, അതാണ് പ്രശ്നം. അത് കാരണം ആൾ എണീക്കുന്നതിന് മുമ്പ് എൻ്റെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ആളുടെ കൂടെ കളിക്കാൻ പോകാൻ. ഇപ്പം നല്ല ചൂടായിട്ടോ ഇവിടെ.
ശരിക്കും ഈ പ്രാവശ്യം ഒന്ന് ലേറ്റ് ആയിട്ടാ ചൂടായിരുന്നു. ഭയങ്കര ചൂടൊക്കെ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്കും. ഹായ് ഗൈസ്, അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ ആക്ച്വലി ഇന്ന് ഓർത്തത് നമുക്ക് ഈവനിങ് റൂട്ടീൻ ഫുള്ള് കാണിക്കാന്നുള്ള പ്ലാനിലാണ് വീഡിയോ എടുത്തത് കേട്ടോ. പക്ഷേ ഹിസമോൾ ഇപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മോളിപ്പോൾ എണീക്കും. അങ്ങനെ എൻ്റെ ഹിസമോൾ എണീറ്റ് വന്നു ഗൈസ്. എൻ്റെ കുഞ്ഞുവച്ച എണീറ്റ് വന്നു ഗൈസ്. എന്നപ്പോ ഞാൻ വന്ന് എണീറ്റ സാധനങ്ങളെല്ലാം നിരത്താനുള്ള പരിപാടി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഹായ് ഗൈസ്, ഹായ് പറഞ്ഞേ. ഹായ് ഗൈസ്, നമ്മൾ എണീറ്റെന്ന് പറ. സൂപ്പറാന്ന് പറ. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവണ്ടേ, അന്നേരം ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ ഓർക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ഫേസിലെ സ്കിൻ ടോണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ് സ്കിൻ ടോണർ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഏത് സ്കിൻ ടോണറാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ റൈസ് വാട്ടറിൻ്റെ സ്കിൻ ടോണറാണ് ഉപയോഗിക്കുന്നത്. അത് ഇവിടെ UAE നിന്ന് വാങ്ങിയതാണ്. ഗ്ലോ മൈ ലൈഫിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനീൻ്റെ പ്രീമിയം റൈസ് വാട്ടർ ടോണറാണ് കേട്ടോ. ഇത് നാച്ചുറലായിട്ടുള്ളൊരു ടോണർ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ടോണേഴ്സ് അവൈലബിൾ ആട്ടോ നമ്മുടെ മാർക്കറ്റിൽ. അപ്പം ഒന്ന് ഡ്രൈനെസ് മാറാൻ, ഒന്ന് സ്കിന്ന് ബ്രൈറ്റ്നസ് കൂട്ടാൻ, ഒന്ന് അക്നി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, മറ്റൊന്ന് പറയുന്നത് ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാവില്ല ഫേസിൽ, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ടോണേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ സ്കിന്നിൽ എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ടോണർ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഈ ടോണർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി രാവിലെയും വൈകുന്നേരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മുടെ ഫേസ് വാഷൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിനായിട്ട് നമ്മുടെ pH കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ടോണർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആവശ്യത്തിന് നമ്മളുടെ കയ്യിലേക്ക് ഒരു ക്വാണ്ടിറ്റി എടുക്കുക. ഉള്ളം കയ്യിലെടുക്കുമ്പോൾ അത് വേഗം ഒന്നും ഇതാവത്തില്ല, അബ്സോർവ് ആയി പോകത്തില്ല. അപ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം ഫേസിൽ എവിടെയാണോ കൂടുതൽ ആവശ്യം അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമുക്ക് അത് കൂടുതലായിട്ട് ആ പ്രൊഡക്റ്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് ശരിക്കും ആദ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇതെന്താണ് ഈ കാണിക്കുന്നത്, ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. നമ്മുടെ ശരിക്കും ഈവൻ സ്കിൻ കെയറിലാണെങ്കിലും മസാജ് ചെയ്യുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു മെത്തേഡ്, ഇങ്ങനെ ടാപ്പ് ചെയ്ത് വിടുന്നതെന്ന്. അതിൽ നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ, ഒരു മസാജിങ് മെത്തേഡും കൂടിയാണ് അത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, സീ യു.